ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് FC ബാഴ്സലോണക്ക് ഉള്ളത്. ഒരു സെൻട്രൽ സ്ട്രൈക്കറെ കൊണ്ടുവരിക, അതായത് റോബർട്ട് ലെവൻഡോസ്കിയുടെ പകരമായിക്കൊണ്ട് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ഒരു മികച്ച സ്ട്രൈക്കറെ അവർക്ക് വേണം. അലക്സാണ്ടർ ഇസാക്ക്, അതുപോലെ തന്നെ വിക്ടർ ഗ്യോക്കേഴ്സ് തുടങ്ങിയ താരങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് വിങ്ങറെ അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. കഴിഞ്ഞ സമ്മറിൽ തന്നെ ലെഫ്റ്റ് വിങ്ങർക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു. സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വരുന്ന സമ്മറിൽ ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും 4 ഓപ്ഷനുകളാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ മുന്നിലുള്ളത്. അതിൽ ഒരു ഓപ്ഷൻ ലൂയിസ് ഡയസ് ആണ്. ലിവർപൂളിന്റെ സൂപ്പർ താരമാണ് ലൂയിസ് ഡയസ്. അദ്ദേഹം ബാഴ്സയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ബാഴ്സയിലേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. മറ്റൊരു ഓപ്ഷൻ റഫേൽ ലിയാവോയാണ്. AC മിലാന്റെ പോർച്ചുഗീസ് താരമാണ് ലിയാവോ. മുൻപും ലിയാവോയെ ബാഴ്സലോണ പരിഗണിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു താരം നിക്കോ വില്യംസ് ആണ്. അദ്ദേഹം അത്ലറ്റിക് ക്ലബിന്റെ താരമാണ്. കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ബാഴ്സക്ക് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു താരം അറ്റ്ലാന്റയുടെ താരമായ അഡമോല ലുക്മാൻ ആണ്. മികച്ച താരമാണ് ലുക്മാൻ. ഈ 4 താരങ്ങളെയാണ് FC ബാഴ്സലോണ പരിഗണിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. 4 താരങ്ങൾക്ക് വേണ്ടിയും വലിയ തുക ക്ലബ്ബ് മുടക്കേണ്ടി വരും എന്നുള്ളതാണ്. നിലവിൽ ഒരു മികച്ച പ്രോപ്പർ ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ ബാഴ്സക്കകത്തില്ല. ശരിയാണ്, റാഫിഞ്ഞയുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച താരത്തെ കൊണ്ടുവരാനാണ് ബാഴ്സലോണ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.